ഹായ്, നമുക്കെല്ലാവർക്കും ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? നന്നായി ഉറങ്ങാൻ സാധിക്കുന്നവർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും മനസ്സിലാക്കണം എന്നില്ല അല്ലേ? പക്ഷേ ഒരു ദിവസം നമുക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അന്നത്തെ ആ ഒരു ദിവസം വളരെയധികം വീക്കായിരിക്കും അല്ലേ? ഒരു ഉന്മേഷക്കുറവും എന്തൊക്കെയോ അസുഖങ്ങൾ വരാൻ പോകുന്ന അവസ്ഥ, ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ അതിലൂടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉറക്കം കിട്ടാത്ത അവസ്ഥ വരികയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചിട്ട് നോക്കിയിട്ടുണ്ടോ? നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. പ്രമേഹം, കൊളസ്ട്രോള്, അതുപോലെ തന്നെ ഹൃദയാഘാതം, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമുക്ക് പിടിപെടുന്നത് ഇതുപോലെ ഉറക്കം കിട്ടാത്ത അവസ്ഥ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നതിലൂടെയാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമുക്ക് ഉറങ്ങാൻ ഒരു കൃത്യസമയം നമുക്ക് ഉറങ്ങാനില്ല എന്നുള്ളതാണ്. കാരണം പലരും 2 മണി പുലർച്ചകളിൽ പകലിലൊക്കെ ആയിരിക്കാം കിടന്ന് ഉറങ്ങുന്നത് അല്ലേ? രാത്രി കാലങ്ങളിൽ സിനിമക്ക് പോവാം, ചായ കുടിക്കാൻ പോവാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. നമുക്കറിയാം നമുക്കൊരു ഹോർമോൺ ഉണ്ട്, മെലാറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ. ആ ഹോർമോൺ നമുക്ക് ലേറ്റുള്ള സമയങ്ങളിൽ നമുക്കത് കുറവായിരിക്കാം. ലേറ്റ് കുറയുന്ന സമയത്ത് ആ ഒരു ഹോർമോൺ കൂടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാത്രി കാലങ്ങളിൽ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നല്ല അന്തരീക്ഷത്തിൽ നമ്മൾ കിടന്നുറങ്ങാനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ പകൽ സമയങ്ങളിൽ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരുപാട് വർക്കിലൊക്കെ പെട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാനാണ് നമ്മൾ രാത്രി ഉറങ്ങണമെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ബോഡിക്കും, നമ്മുടെ ഹാർട്ടിനും, നമ്മുടെ ബ്രെയിനിനൊക്കെ റെസ്റ്റ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കൃത്യസമയം നമുക്ക് ഉറങ്ങാനായിട്ട് അനുവദിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കുക. നമ്മൾ ഉറങ്ങുന്നതിന് കുറച്ച് മുമ്പ് മുതൽ നമ്മൾ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ നല്ലൊരു അന്തരീക്ഷത്തിൽ അല്ലേ നമ്മൾ കിടന്നുറങ്ങാം. ബെഡൊക്കെ വിരിച്ച് നല്ല ലൈറ്റൊക്കെ ഓഫ് ചെയ്തുകൊണ്ട് അല്ലേ. അതുപോലെ നമ്മൾ ഫോണോ അല്ലെങ്കിൽ നമ്മൾ ടി വി ഒക്കെ കാണുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ നേരത്തെ തന്നെ നോക്കി വെക്കുക. ഫോണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ, നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ നേരത്തെ തന്നെ നോക്കുക. ഉറങ്ങാൻ പോകുന്നതിന് ഒരു കൃത്യസമയം നമ്മളെപ്പോഴും കണ്ടു വെക്കണം. കൃത്യസമയത്ത് ഉറങ്ങാനും കൃത്യസമയത്ത് എണീക്കാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ്. 6 മുതൽ 8 മണിക്കൂറാണ് നമുക്ക് ഉറങ്ങാൻ വേണ്ട ഒരു സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മളെല്ലാ വർക്കുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ബെഡിൽ കിടന്നുറങ്ങാനായിട്ട് സാധിക്കണം. അതുപോലെ ജേർണലിങ്ങും പോലുള്ള കാര്യങ്ങളൊക്കെ എഴുതി നമ്മൾ നാളെ എന്തൊക്കെ ചെയ്യണം, ഇന്ന് എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്, അതൊക്കെ നമ്മൾ എഴുതി വെക്കാം. അതുപോലെ നമുക്ക് എന്തെങ്കിലും ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടാറുണ്ട്. അപ്പോൾ നമുക്കറിയാം പല രീതിയിലും ബുദ്ധിമുട്ടുന്നവരാണ് അല്ലേ ഉറക്കം കിട്ടാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു കിടക്കുന്ന അവസ്ഥകൾ, അതുപോലെ നമുക്ക് ഞെട്ടി എണീക്കുന്ന അവസ്ഥകൾ അല്ലേ, ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എണീക്കുക, ഇതൊക്കെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ഇതുകൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ പാലുൽപ്പന്നങ്ങളും ആൽമണ്ട്, പഴം, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഉറക്കത്തിലേക്ക് പോകാമെന്നുള്ളതാണ്. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.